എൻ്റെ മകളെ കൊന്നവനല്ലേടാ എന്ന ആക്രോശം, പിന്നാലെ കൈവശമുണ്ടായിരുന്ന കൊടുവാൾ ഉപയോഗിച്ച് ആക്രമണം. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ നടുക്കം വിട്ടൊഴിഞ്ഞിട്ടില്ല. 2 മാസം മുൻപ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് സനൂപാണ് ഡോക്ടറെ വെട്ടിയത്. സാരമായി പരിക്കേറ്റ ഡോക്ടർ വിപിനെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി. മകൾക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ആശുപത്രി സൂപ്രണ്ടിനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതി സനൂപ് എത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നാൽ സൂപ്രണ്ടിന്റെ മുറിയിൽ കാണാത്തതിനെ തുടർന്നായിരുന്നു ഡോക്ടർ വിപിനെ പ്രതി ആക്രമിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ബാഗിൽ കരുതിയ കൊടുവാളുമായി രോഗി എന്ന വ്യാജേന സൂപ്രണ്ട് ഓഫീസിലെത്തിയ സനൂപ് ഡോക്ടറെ വെട്ടുകയായിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച മകൾക്ക് യഥാസമയം ചികിത്സ നിഷേധിച്ചെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. പെട്ടെന്ന് കയ്യിലൊരു ഇത്രയും നീളമുള്ള ഒരു കത്തിയായിട്ട് ഒരു കൊടുവാളുമായിട്ട് ഒരൊറ്റ വരവാ എൻ്റെ മോളെ കൊന്നല്ലേന്ന് പറഞ്ഞ് ഒരൊറ്റ വെട്ട. അതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ ആൻറ്റിനൊക്കെ ഒന്ന് തടുക്കാൻ പറ്റി. ബാക്കി പിന്നെ സാറിൻ്റെ തലയ്ക്കാണ് കൊണ്ടത്. വേറെ വർത്തമാനങ്ങളൊന്നുമില്ലാതെ അയാളെ കയ്യിൽ കരുതിയിരുന്ന കൊടുവാളെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഡോക്ടറുടെ തലയ്ക്ക് വെട്ടുകയാണുണ്ടായത്. താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഡോക്ടറെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. തലയിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. തലച്ചോറിന് ക്ഷതമില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു. തലച്ചോറിന്റെ അകത്തേക്ക് പരിക്കില്ല. തലയോട്ടിയുടെ പുറത്ത് ഭാഗത്ത് കോർട്ടിക്കൽ ബ്രീച്ച് എന്ന് പറയും. അവിടെ തലയോട്ടിയിലാണ് ആഴത്തിലുള്ള മുറിവാണ്. ആ സ്കാൽപ്പ് മുറിവുണ്ട്. അതുപോലെ തന്നെ തലയോട്ടിയിൽ ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് ഉണ്ട്. തലച്ചോറിന്റെ അകത്തേക്ക് പരിക്കില്ല. ആള് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും. ഹെഡ് ഇഞ്ചറി ഒബ്സർവേഷനിലാണ്. ന്യൂറോ സർജറി ICUലാണ് ഇപ്പോൾ ഉള്ളത്. ഡോക്ടർക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ മുഴുവൻ ഡ്യൂട്ടിയും ബഹിഷ്കരിച്ച് ജീവനക്കാർ പ്രതിഷേധിച്ചു. വ്യാഴാഴ്ച ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലെയും അത്യാഹിത വിഭാഗം ഒഴികെയുള്ള ഡ്യൂട്ടി ബഹിഷ്കരിക്കുമെന്ന് KGMOA അറിയിച്ചു. ഡോക്ടർ വന്ദനദാസിന്റെ മരണശേഷം സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നും KGMOA കുറ്റപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നാളെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പൂർണ്ണമായിട്ടുള്ള OP ബോയ്ക്കോട്ടിലേക്ക് നീങ്ങാണ്. സംസ്ഥാന തലത്തിലുള്ള പ്രതിഷേധത്തിനെ പറ്റിയിട്ട് സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആവശ്യം, ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ഉറപ്പ് സർക്കാർ പാലിക്കണം എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുക ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത്. സർക്കാർ ഡോക്ടർമാർക്ക് പിന്തുണയുമായി IMAയും രംഗത്തെത്തി. KGMO ശക്തമായ രീതിയിൽ നാളെ പ്രതികരിക്കുന്നുണ്ട്. അതിനോട് ഞങ്ങൾ സഹകരിക്കുന്നത്. KGMO ഞങ്ങളുടെ തന്നെ IMAയുടെ തന്നെ ഭാഗമാണ്. അപ്പോൾ അവരുടെ ഏത് പ്രശ്നമാണെങ്കിലും IMAയുടെ കൂടെ പ്രശ്നം തന്നെയാണ്. അതിനോട് ഞങ്ങൾ അവരെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങൾ സഹകരിക്കുന്നു. KGMO പ്രസിഡന്റായിട്ട് പോയി കഴിഞ്ഞ കുറച്ച് നേരത്തെ സംസാരിച്ചുള്ളൂ. അവർ പറഞ്ഞ എങ്ങനെയാണ് ആ രീതിയിൽ. പിന്നെ ആരോഗ്യമന്ത്രി കാണുന്നുണ്ട്. DGP ഒക്കെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടറെ വെട്ടിയത് ആരോഗ്യമന്ത്രി വീണ ജോർജിനും ഉദ്യോഗസ്ഥർക്കും സമർപ്പിക്കുന്നതായി പ്രതി സനൂപ് പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോഴായിരുന്നു പ്രതികരണം. ഓഗസ്റ്റ് 14-നാണ് സനൂപിന്റെ 9 വയസ്സുള്ള മകൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് 2 വട്ടം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് സനൂപ് ആരോപിച്ചിരുന്നു. മരണശേഷമാണ് കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇതേ രോഗം സ്ഥിരീകരിച്ച സനൂപിന്റെ മകൻ ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായതിനെ തുടർന്ന് അടുത്തിടെയാണ് ആശുപത്രി വിട്ടത്. News 18 കോഴിക്കോട്.